SIR-മായി സഹകരിക്കാത്ത ഏക സംസ്ഥാനം പശ്ചിമ ബംഗാളാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. മമതാ ബാനർജി നിരന്തരം പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുകയാണ്. പശ്ചിമ ബംഗാളിൽ SIR നടത്താൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരെ മമത ഭീഷണിപ്പെടുത്തുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. SIR-നെതിരെ മമത നൽകിയ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വിശദീകരണമുള്ളത്. കൂടുതൽ വിശദമായി ഷബ്ന കാര്യങ്ങൾ പറയും. ഷബ്ന, ഇക്കാര്യത്തിൽ സമാനതകളില്ലാത്തൊരു പോരാട്ടമാണ് മമത തുടങ്ങി വച്ചിരിക്കുന്നതും നടത്തി കൊണ്ടുപോകുന്നതും. ഇക്കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഏത് തരത്തിലാണ്? സംഗീത, കഴിഞ്ഞ ദിവസമാണ് ഒരു സുപ്രീം കോടതിക്ക് മുമ്പാകെ നേരിട്ടെത്തി മമത SIR-മായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിരുന്നത്. കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വാട്സപ്പ് കമ്മീഷൻ എന്നുവരെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. കോടതിയോട് 5 മിനിറ്റ് സമയം ആവശ്യപ്പെട്ടപ്പോൾ 15 മിനിറ്റ് തരാമെന്ന് ചീഫ് ജസ്റ്റിസ് പറയുകയും കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. പശ്ചിമ ബംഗാളിലെ SIR നടപടികളുമായി ബന്ധപ്പെട്ട് വലിയ കൃത്രിമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൈക്രോ നിരീക്ഷകരായി മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിക്കുന്നു. പശ്ചിമ ബംഗാളിനെ ലക്ഷ്യമിട്ടാണ്, അല്ലെങ്കിൽ വോട്ടർ പട്ടികയെ കൃത്യമായി പ്ലാനിങ്ങോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മമത ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടിയായി സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോഴാണ് പശ്ചിമ ബംഗാളിൽ മമത പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം നിൽക്കുന്ന ഏക സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണ്. അത് ഈ SIR നടപടികളുമായി ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലും ഈ ഭരണകൂടം SIR-മായി സഹകരിക്കുന്നില്ല, ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നില്ല. അതുകൊണ്ട് SIR നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നിപ്പോൾ കോടതിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ചയാണ് ഈ ഹർജി കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. ശരി ഷബ്ന.